ബീഹാറിലെ കായംകുളം കൊച്ചുണ്ണി കഴിഞ്ഞ ദിവസം പ്രശസ്ത സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ ഒരു മോഷണം നടന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മോഷ്ടാവിനെ കേരള പോലീസ് പിടികൂടി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബീഹാറിൽ നിന്ന് 500-ലേറെ കിലോമീറ്റർ കാർ ഓടിച്ച് എറണാകുളത്തെത്തിയാണ് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മുഹമ്മദ് ഇർഫാൻ മോഷണം നടത്തിയത്. 1 കോടി രൂപയുടെ സ്വർണ്ണ വജ്രാഭരണങ്ങൾ കവർന്ന് അതേ കാറിൽ കടന്നുകളഞ്ഞ പ്രതി 15 മണിക്കൂറിനുള്ളിൽ തന്നെ കേരള പോലീസിൻ്റെ പിടിയിലായി. ബീഹാറിൻ്റെ റോബിൻഹുഡ് എന്ന പേരിൽ കുപ്രസിദ്ധനായ ബീഹാർ സ്വദേശി മുഹമ്മദ് ഇർഫാൻ 37 വയസ്സുകാരനായ ഇർഫാൻ കർണാടകയിലെ ഉടുപ്പിയിൽ വെച്ചാണ് കേരള പോലീസിൻ്റെ പിടിയിലാകുന്നത്. മോഷണ മുതലിൻ്റെ വലിയൊരു ഭാഗം നാട്ടുകാർക്ക് നൽകുന്ന ബീഹാറിൻ്റെ സ്വന്തം കൊച്ചുണ്ണി. ബീഹാറിൽ ഇർഫാൻ്റെ സംഭാവനകൾ വളരെ വലുതാണ്. മോഷ്ടിച്ച് കിട്ടുന്ന മുതലിൽ നിന്നും വലിയ ഒരു ഭാഗം കൊണ്ട് സ്വന്തം ഗ്രാമമായ സീതാമണ്ഡി ജോഗ്യ ഗ്രാമത്തിലെ 7 ടാറിട്ട റോഡുകൾ ഇർഫാൻ്റെ സംഭാവനയാണ്. അയൽവാസിയായ പെൺകുട്ടിക്ക് ക്യാൻസർ ചികിത്സയ്ക്ക് 20 ലക്ഷം രൂപ നൽകി ജീവൻ രക്ഷിച്ചതോടെ ഇർഫാൻ്റെ ജനപ്രീതി അതുക്കും മേലെയായി. 50ഓളം സാധുക്കളായ പെൺകുട്ടികളുടെ കല്യാണം നടത്തി. ഇർഫാൻ്റെ മോഷണക്കഥ തുടങ്ങുന്നതിങ്ങനെ: പെങ്ങൾക്ക് സ്ത്രീധനം നൽകാൻ 10,000 രൂപ കയ്യിൽ ഇല്ലാതെ ഗതികെട്ടപ്പോഴാണ് ഇർഫാൻ ആദ്യമായി മോഷ്ടിക്കാനിറങ്ങിയത്. 2019-ലെ ആദ്യ മോഷണം പിടിപെടാതെ വന്നപ്പോൾ ആത്മവിശ്വാസം കൂടി. നാട്ടുകാരായ 12 ശിഷ്യന്മാരെ കൂടെ കൂട്ടി. ഡൽഹി, മുംബൈ, പൂനെ തുടങ്ങി വൻ നഗരങ്ങളിലായിരുന്നു പിന്നീടുള്ള ഓപ്പറേഷൻ. ഇടയ്ക്ക് ആഡംബര കാറുകളിൽ വീട്ടിൽ എത്തുമ്പോൾ വൻ ബിസിനസ്മാൻ ആയിട്ടുണ്ടാവും ഇർഫാൻ എന്നാണ് നാട്ടുകാർ വിചാരിച്ചത്. ചെറിയ വീടിനു പകരം വൻ ബംഗ്ലാവ് ഉയർന്നു. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യാനും ഇർഫാന് മടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാവാം ഇർഫാൻ്റെ ഭാര്യയെ ജനങ്ങൾ ജില്ലാ പരിഷത്ത് തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ചതും അവിടുത്തെ ജനങ്ങൾ ഇർഫാനെ ഭാവി MLA ആയി കാണുക കൂടി ചെയ്തു. എന്നാൽ പെട്ടെന്നാണ് എല്ലാം മാറിമറിഞ്ഞത്. പലനാൾ കള്ളൻ ഒരു നാൾ പിടി. ഇർഫാൻ്റെ പേരിൽ ഒരുപാട് മോഷണ കേസുകൾ നിലവിൽ ഉണ്ട്. ഇർഫാൻ്റെ VIP വസതികളിലെ മോഷണ കഥകൾ കേട്ട് നടുങ്ങിയിരിക്കുകയാണ് പോലീസ്. എന്തുതന്നെയായാലും ബീഹാറിലെ സീതാമണ്ഡി ഗ്രാമത്തിലെ മുഹമ്മദ് ഇർഫാൻ രക്ഷകനാണ്. ബീഹാറിൻ്റെ സ്വന്തം കായംകുളം കൊച്ചുണ്ണി.